ട്രംപ് അങ്ങനെ വീണ്ടും അധികാരത്തിൽ വന്നിരിക്കുകയാണ്. രാഷ്ട്രീയം അരമാക്കിയവന്റെ പട്ടാഭിഷേകം എന്നൊക്കെയാണ് മുഖ്യധാര മാധ്യമങ്ങൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. വളരെയധികം നാടകീയത നിറഞ്ഞ US തിരഞ്ഞെടുപ്പിന് ശേഷം 2 വധശ്രമങ്ങളൊക്കെ അതിജീവിച്ചാണ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് എത്തുന്നത്. ഇനിയുള്ള 4 വർഷത്തേക്ക് അമേരിക്കയുടെ സ്ഥിതിഗതികളെ മാത്രമല്ല ലോകത്തെ ആകമാനം ബാധിക്കുന്ന കുറേ കാര്യങ്ങളായിരിക്കും ട്രംപിന്റെ വിജയത്തിലൂടെ ഉണ്ടാവാനായിട്ട് പോകുന്നത്. അത്തരം കാര്യങ്ങളിൽ, പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ, എക്കണോമിക്കലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ലോകത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതും ഡൊണാൾഡ് ട്രംപിന്റെ വിജയം നൽകുന്ന ഇൻസൈറ്റ്സും അതിൽ പ്രധാന കാരണക്കാരനായിട്ടുള്ള എലോൺ മസ്കുമായിട്ട് ഡൊണാൾഡ് ട്രംപിനുള്ള കണക്ഷനും ഡൊണാൾഡ് ട്രംപിന്റെ മടങ്ങി വരവ് ഇന്ത്യയെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഡൊണാൾഡ് ട്രംപും എലോൺ മസ്കും രണ്ടുപേരും ബില്യനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. എലോൺ മസ്ക് ടെസ്ലയും സ്പേസസ് ഒക്കെ ചെയ്യുമ്പോൾ ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ വളരെ വലിയൊരു ബിസിനസ് ശൃംഖല പണിതെടുത്തിട്ടാണ് US പ്രസിഡന്റ് പദവിയിലേക്ക് ഡൊണാൾഡ് ട്രംപ് എത്തുന്നത്. ഡയറക്റ്റ് ആയിട്ട് ട്രംപിനെ സപ്പോർട്ട് ചെയ്തിട്ട് വന്നിട്ടുള്ള ആളാണ് എലോൺ മസ്ക്. ക്യാഷ് പ്രൈസ് ഒക്കെ പ്രഖ്യാപിച്ചിട്ട് ഒരുപാട് കോൺടെസ്റ്റുകളും ട്രംപിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് എലോൺ മസ്ക് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 12 കോടി US$ സംഭാവനയായിട്ട് കൊടുത്തിട്ടുണ്ട്, 1000 കോടി രൂപ. എന്നാൽ ട്രംപിന്റെ വിജയത്തിന് ശേഷം ടെസ്ലയുടെ ഓഹരികളും അതിവേഗമാണ് കുതിച്ചു കയറുന്നത്. ആ കൊടുത്ത 1000 കോടിയുടെ 200 മടങ്ങായിട്ട് എലോൺ മസ്കിന് തിരിച്ചു കിട്ടിയെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. ട്വിറ്ററിൽ കുറെ നിയന്ത്രണങ്ങൾ വന്നതിന് ശേഷം ഡൊണാൾഡ് ട്രംപ് പിന്നീടും ട്വിറ്ററിൽ നിന്ന് മാറി ട്രൂത്ത് സോഷ്യൽ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിലാണ് ആളുടെ കുറെ പോസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. എലോൺ മസ്ക് ട്വിറ്റർ വാങ്ങി ട്വിറ്ററിന് ഉപയോഗിച്ച് ഡൊണാൾഡ് ട്രംപിനെ വളരെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം, ഡെയിലി 4-5 പോസ്റ്റുകളും അത് പ്രത്യേകിച്ച് മീം ട്രോൾ രീതിയിലുള്ള പോസ്റ്റുകളാണ് ഡൊണാൾഡ് ട്രംപിനെ സപ്പോർട്ട് ചെയ്തിട്ട് എലോൺ മസ്ക് ട്വിറ്ററിലൂടെ പങ്കുവച്ചിരുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ സോഷ്യൽ മീഡിയയ്ക്ക് പ്രത്യേകിച്ച് എക്സ് പ്ലാറ്റ്ഫോമിനുള്ള ഒരു ഇമ്പോർട്ടൻസ് തന്നെയാണ് അത് കാണിച്ചു തരുന്നത്. എലോൺ മസ്ക് വോക്കിസത്തിനെതിരെ നിൽക്കുന്ന ആളാണ്. ട്രംപും അതേ ചിന്താഗതിയുള്ള ആളാണ്. ഈ വോക്കിസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ജെൻഡറിന്റെ ഒക്കെ കാര്യത്തിൽ പുതിയ രീതിയിൽ വരുന്ന കാര്യങ്ങൾക്ക് എതിരെയാണ്. മസ്കിനെ സംബന്ധിച്ചിടത്തോളം മസ്കിന്റെ മകൻ ഇതുപോലെ ജെൻഡർ ചേഞ്ച് ചെയ്തിരുന്നു. ആ ഒരു കാര്യത്തിൽ മസ്ക് മകനെതിരെയായിരുന്നു. അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങളിലൊക്കെ വ്യത്യാസം ഉണ്ടാവുമെന്നാണ് മസ്ക് കരുതുന്നത്. തെരഞ്ഞെടുപ്പിലെ വിജയത്തിന്റെ ഒരു സ്റ്റാർ എന്നാണ് എലോൺ മസ്കിനെ ട്രംപ് വിശേഷിപ്പിച്ചത്. സ്പേസസിന്റെ ഈ അടുത്ത് നടന്നിട്ടുള്ള റീയൂസബിൾ ആയിട്ടുള്ള റോക്കറ്റ് ലോഞ്ചിന്റെ കാര്യം ഒരു അമ്മ കുഞ്ഞിനെ കരുതുന്ന പോലെ അത്രയും സോഫ്റ്റ് ആയിട്ടാണ് ചെയ്തതെന്നാണ് എലോൺ മസ്കിനെ പ്രശംസിച്ചിട്ട് ട്രംപ് പറഞ്ഞു. ട്രംപിനെ റീബ്രാൻഡ് ചെയ്തിട്ടുള്ള ഒരു അമേരിക്കൻ തെരഞ്ഞെടുപ്പായിരുന്നത്. കാരണം ബിസിനസ്സുകാരൻ എന്നൊരു പരിവേഷത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് ഒരു സാധാരണക്കാരന്റെ പരിവേഷത്തിലേക്ക് ട്രംപിനെ കൊണ്ടുവന്ന് എത്തിക്കാനായിട്ടുള്ള ഇമേജ് ബിൽഡിംഗ് ആക്ടിവിറ്റി അവർ നടത്തിയിട്ടുണ്ട്. മാക്ഡൊണാൾഡ്സിന്റെ കിച്ചണിൽ ട്രംപ് പാചകം ചെയ്യുന്ന വീഡിയോ ഒക്കെ അതിന് തെളിവായിരുന്നു. അതുപോലെ തന്നെ ട്രംപ് കൊടുത്തിട്ടുള്ള പോഡ്കാസ്റ്റ് വളരെ വലിയ രീതിയിലുള്ള വ്യൂസ് കൊടുത്തിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് ആയിരുന്നു. അതുപോലെ മുൻ തെരഞ്ഞെടുപ്പിലെ പോലെ തന്നെ അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന പോളിസി തന്നെയാണ് ട്രംപ് ഉയർത്തിപ്പിടിച്ചത്. അമേരിക്കയിൽ അപകടമില്ലാത്ത ഒരു കാര്യം ചെയ്യില്ല എന്നുള്ള നിലപാട് തന്നെയാണ് ട്രംപിന് ഇപ്പോഴും ഉള്ളത്. ഇനി ട്രംപിന്റെ മടങ്ങിയൊരു ഇന്ത്യ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രിയും ട്രംപും വളരെയധികം ഫ്രണ്ട്സ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിൽ വർക്ക് ചെയ്യുന്ന IT കമ്പനീസിന്റെ സ്റ്റോക്സിലും വളരെയധികം ഉയർച്ചയാണ് ട്രംപിന്റെ വിജയം ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ അതേസമയം ഈ അടുത്ത് തന്നെ അമേരിക്കയിൽ നിന്ന് വരുന്ന പ്രൊഡക്ട്സിന് ഇന്ത്യ ഒരുപാട് ടാക്സ് ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യയെ ടാക്സ് കിങ് എന്ന് പറഞ്ഞിട്ടാണ് ട്രംപ് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ അമേരിക്കയിൽ കുടിയേറ്റ നിയമങ്ങൾ കർശനമായിട്ട് നടപ്പാക്കുമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. മുമ്പ് ട്രംപ് ഇരുന്നിട്ടുള്ള പീരീഡിലാണ് ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് അമേരിക്കയിലേക്ക് പോകാനായിട്ട് കിട്ടിയിരുന്ന H-1B വിസ ക്യാൻസൽ ആക്കിയത്. അത് ഇതിനോട് ചേർത്ത് കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇന്ത്യ അമേരിക്കൻ പ്രൊഡക്ട്സിന് ടാക്സ് ഉയർത്തിയ സമയത്ത് തന്നെ അമേരിക്കയിൽ ഇന്ത്യക്ക് കിട്ടിയിരുന്ന GSP എന്ന് പറഞ്ഞ ബെനിഫിറ്റും ട്രംപിന്റെ കാലത്താണ് നിർത്തലാക്കിയത്. എലോൺ മസ്കും ട്രംപ് ഇത്രയധികം കണക്റ്റഡ് ആയിരിക്കുന്ന ഒരു സമയത്ത് തന്നെ പ്രത്യേകിച്ച് സ്റ്റാർലിങ്കിന് ഇന്ത്യയിലേക്ക് വരാനുള്ള അനുമതി കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ടെസ്ലയ്ക്ക് പ്രത്യേകിച്ച് ഇന്ത്യയിലേക്ക് വരാനായിട്ടുള്ള വഴികളും എലോൺ മസ്ക് ട്രംപിലൂടെ സാധിച്ചെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. വേൾഡിന്റെ ഒരു പൊളിറ്റിക്കൽ ഓവർവ്യൂവിൽ നോക്കുമ്പോൾ ട്രംപ് പറഞ്ഞിട്ടുള്ളത് താൻ ഭരിക്കുന്ന സമയം യുദ്ധങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു സമയമായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ യുദ്ധങ്ങളും പെട്ടെന്ന് തന്നെ നിർത്തലാക്കാൻ തനിക്ക് കഴിയുന്നു. താൻ അതൊക്കെ പെട്ടെന്ന് തന്നെ നിർത്തലാക്കും എന്നാണ് ട്രംപ് പറയുന്നത്. പ്രത്യേകിച്ച് റഷ്യ-യുക്രൈൻ വാറിലും യുക്രൈനു വേണ്ടിയിട്ടുള്ള സൈനിക സന്നാഹങ്ങളും ആയുധങ്ങളൊക്കെ നൽകുന്ന അമേരിക്കയാണ്. അപ്പൊ അതൊക്കെ പെട്ടെന്ന് തന്നെ പിൻവലിക്കുന്നതാണ് ട്രംപ് പറയുന്നത്. പുടിനും ട്രംപും തമ്മിൽ വളരെ നല്ല സൗഹൃദമാണുള്ളത്. പ്രത്യേകിച്ച് ട്രംപിന്റെ വിജയത്തിന് ശേഷം ട്രംപിനെ പ്രശംസിച്ച് പുടിൻ രംഗത്തെത്തിയിരുന്നു. അതുപോലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെന്യാമിൻ നെതന്യാഹുവിന്റെ അടുത്തും നല്ല സൗഹൃദത്തിലാണ് ട്രംപ്. പക്ഷെ പഴയ പോലെ തന്നെ ചൈന വിരോധമുള്ള ആളുകൂടിയാണ് ട്രംപ്. വേൾഡ് ലെവലിൽ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ആയിട്ടുള്ള യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനും അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ഒക്കെ അമേരിക്കയുടെ പൈസ എടുക്കാനായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ട്രംപ് കരുതുന്നത്. ട്രംപിന്റെ സമയത്ത് തന്നെ യുണൈറ്റഡ് നേഷൻസിന്റെ ക്ലൈമറ്റ് കോൺഫറൻസുകളിൽ അത്തരം ഉടമ്പടികളിലൊന്നും ഒപ്പുവെക്കില്ല എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേൾഡ് എക്കണോമിയുടെ കാര്യം എടുക്കുമ്പോൾ ട്രംപിന്റെ വിജയത്തിന് ശേഷം സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള ചലനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ക്രിപ്റ്റോ കറൻസിയിലും ബിറ്റ് കോയിനിലും നല്ല രീതിയിലുള്ള കുതിപ്പുണ്ടായി. ട്രംപ് നേരിട്ട് വന്നിട്ട് തന്നെ ക്രിപ്റ്റോ കറൻസിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയുണ്ടായി. ട്രംപിന്റെ വിജയം വേൾഡ് മാർക്കറ്റിൽ ഓയിലിന്റെയും സ്വർണത്തിന്റെയും വിലയിൽ ഇടിവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും 2025 ജനുവരിയിൽ ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് പോവുകയാണ്. ട്രംപിന്റെ വിജയം വേൾഡിലുള്ള മറ്റു പൊളിറ്റിക്കൽ പാർട്ടീസിനും അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കും ഒക്കെ ഒരുപാട് നല്ല ഇൻസൈറ്റ്സും അനലിറ്റിക്സും നൽകുന്നുണ്ട്.